നിങ്ങളൊരു പ്രശസ്തനായ വ്യക്തി ആയിക്കോട്ടെ അപ്രശസ്തനായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അത് പ്രത്യേക ഒരു നിങ്ങൾ കൊടുക്കുന്നൊരു ക്യാപ്ഷനൊക്കെ ആയിരിക്കാം. അതേ ഫോട്ടോ മറ്റൊരാൾ എടുത്ത് അയാളുടെ പേജിലൂടെ ഇടുകയാണ്. ചിലപ്പോൾ അതൊരു പേജായിരിക്കാം, ഒരു മഞ്ഞ പത്രമായിരിക്കാം. അതിന് അവരൊരു കമൻറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണിത്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഫാമിലിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഞങ്ങൾ അത്ര പ്രശസ്തരല്ലെങ്കിലും ഞങ്ങൾക്കുമില്ലേ ഒരു ലൈക്ക്. അതല്ലെങ്കിൽ നമുക്കറിയാം ചില പ്രത്യേക വ്യക്തിയിലൊക്കെ ചില വിവാദത്തിലൊക്കെ പെട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ എടുത്ത ശേഷം ഈ മാന്യനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ടും ആ പേജിലേക്ക് ഇടുന്നവർക്കറിയാം ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരായ ആൾക്കാർ വന്ന് ബാഡ് കമൻറ്റ് ഇടും. അയാൾ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഇയാളെ കുറിച്ചിട്ട്. എന്നാൽ ആ പേജിൽ പറയുന്നത് പോസിറ്റീവായിട്ട് വേണം. ഈ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ പുള്ളി വിവാദമായി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാളെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ മോശം പറഞ്ഞുകൊണ്ട് സൈബർ ബുള്ളിങ് നടക്കും. ഈ പ്രവർത്തനത്തെയാണ് സൈബർ ബുള്ളിങ് അഥവാ ഡോക്സിങ് എന്നൊക്കെ അറിയപ്പെടുക. ഒരു വ്യക്തിയുടെ ഫോട്ടോ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഫോട്ടോ എടുത്ത് ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഇട്ട ശേഷം ഈ ഇടുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൊടുക്കുകയാണ്. അയാളുടെ പ്രൈവറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൽ വിശദീകരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെന്ന് പല ആൾക്കാർക്കും അറിയില്ല. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളുടെ ഒരു ബാഹുല്യമാണ്. ഒരാൾ തന്നെ 10ഉം 15ഉം പേജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട്. ലക്ഷ്യം ഇതാണ്, റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിവാദ നായകൻ്റെ അല്ലെങ്കിൽ നായികയുടെ ഒരു ഫോട്ടോ എടുത്ത ശേഷം അതിനകത്ത് അവരൊരു കമൻറ്റ് കൊടുക്കുന്നു. ആ കമൻറ്റ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ, കാണുന്നവരെ ഒന്ന് വിളറി പിടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ആയിരിക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനടിയിൽ വന്ന് ആ വ്യക്തിയോടുള്ള ദേഷ്യം തീർക്കുന്ന രീതിയിൽ ബാഡ് കമൻറ്റുകൾ ഇടും. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഗുഡ് കമൻറ്റുകൾ ഇടും. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കമൻറ്റിൻ്റെ യുദ്ധം ഉണ്ടാകും. ഇത് തന്നെയാണ് ഇത്തരത്തിൽ ഫോട്ടോ ഇടുന്നവരുടെ ലക്ഷ്യം. കാരണം ഇത്തരത്തിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അവിടെ ആക്ടിവിറ്റികൾ നടക്കുമ്പോൾ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് കമൻറ്റുകളിൽ, ലൈക്കുകളിലൂടെ. അപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളോ മനസ്സിലാക്കുന്നത് ഇതെന്തോ വലിയ സംഭവമാണ്. കാരണം അവിടെ ഇരിക്കുന്ന സായിപ്പിൽ അറിയില്ല ഇവിടെ തെരുവിളിയാണ് നടക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അത് വലിയ റീച്ചായിട്ട് മാറുകയും ഫേസ്ബുക്ക് ആണെങ്കിൽ ബോണസ് കൊടുക്കുകയും ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ റീച്ച് കൂടിയിട്ട് പരസ്യങ്ങൾ കയറുകയും ചെയ്യും. നമുക്കറിയാം ഒരുപാട് പേജുകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ വനിതാ വിനിതയിൽ കിടന്ന് കറങ്ങുന്ന ചില ഈ പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. അവർ നിങ്ങളെ മുന്നിൽ മണ്ടം കളിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് ആ നെഗറ്റീവിനെ പണമാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ തെറി വിളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, നിങ്ങൾ തെറി വിളിക്കും. ഇനി മാത്രമല്ല, രാഷ്ട്രീയ സംഭവങ്ങൾ അല്ലെങ്കിൽ മതപരമായ സംഭവങ്ങൾ ഇതിനെയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് അതിന് കൊടുക്കുന്ന ക്യാപ്ഷനെയാണ് നമ്മൾ തെറി വിളിക്കുന്നത്. നമുക്ക് പറയാം, ഇപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, എനിക്കതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഒരു കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ നെഗറ്റീവായും പോസിറ്റീവായിട്ടും കമൻറ്റുകൾ ഉണ്ടായി. അതിന് കാരണക്കാരിയായ നടിക്കെതിരെയും നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയോ നിങ്ങളുടെയോ ഒരു ഫോട്ടോ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരിടത്ത് എടുത്ത് പ്രയോഗിക്കുന്നു, അതിന് ബാഡ് കമൻറ്റുകൾ അല്ലെങ്കിൽ ബാഡ് ക്യാപ്ഷൻസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരവും IPC അല്ലെങ്കിൽ BNS പ്രകാരവും അയാൾക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിനൊരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. നമുക്കറിയാം, ഞാനിടുന്ന ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഞാനിടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണുവാൻ വേണ്ടിയാണ്. ആ ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിന് വേറൊരു കമൻറ്റ് കൊടുത്തുകൊണ്ട് ഇടുമ്പോൾ അതൊരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. അത് ആ വ്യക്തി എത്രത്തോളം വേദന ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് എത്തിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് പ്രശസ്ത വ്യക്തി ആയിക്കോട്ടെ അപ്രശസ്ത വ്യക്തി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ജീവിതമുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് ഒരു ബലാത്സംഗ കേസിൽപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഇടുന്നതിനെ കുറിച്ചിട്ടല്ല, അതൊരു കേസിൽപ്പെട്ട ഒരു റിപ്പോർട്ടിങ്ങാണ്, വാർത്ത പറയുന്നതാണ്. അതല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച. അപ്പോൾ എത്തിക്കൽ കൺസേൺ ഇതിൻ്റെ കാര്യത്തിലുണ്ട്. മാത്രമല്ല ലീഗൽ കോൺസിക്വൻസ് വലുതാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാതെയാണ് ഇത്തരത്തിലുള്ള പേജുകൾ പ്രവർത്തിക്കുന്നതും ഇത്തരത്തിലുള്ള വീഡിയോസുകളോ ഫോട്ടോസുകളോ ഷെയർ ചെയ്യപ്പെടുന്നതും. ഇപ്പോൾ അത് സിനിമാ താരമായിക്കോട്ടെ പൊളിറ്റിക്കൽ താരമായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അവരിത് കണ്ട ശേഷം അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇന്നടത്ത് ഇന്ന ക്യാപ്ഷനോടെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരവും BNS പ്രകാരവും അത്യാവശ്യം അകത്ത് കിടക്കാവുന്ന കുറ്റമാണെന്ന് ഈ ഫോട്ടോ ഇടുന്നവരും. ഇനി നിങ്ങളുടെ ഫോട്ടോ ഇട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതിന് നിങ്ങൾ അധികം പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങളുടെ ഈ ഒരു വീഡിയോ സഹിതം അങ്ങോട്ട് അല്ലെങ്കിൽ ഫോട്ടോ സഹിതം തെളിവ് കൊടുത്തുകൊണ്ട് നിങ്ങളൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ അത് പോസ്റ്റ് ഇട്ട് ആ പേജ് തീരുമാനമാവും. ഇനി 2, ഇത്തരത്തിലുള്ള
ഫോട്ടോകൾ, അതായത് ഫേസ്ബുക്കിൽ ഞാനാണ് എൻ്റെ ഫോട്ടോ ആദ്യം ഇടുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് എനിക്കാണ്. സ്വാഭാവികമായും കോപ്പിറൈറ്റ് പ്രശ്നമുണ്ടാകും. എൻ്റെ ഫോട്ടോ എൻ്റെ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മറ്റൊരു പേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മീഡിയ തരംഗത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാനെടുത്ത ഫോട്ടോയാണെങ്കിൽ എൻ്റെ മാത്രം ഫോട്ടോയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അവർക്കെതിരെ ആ പേജിനെതിരെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ പേജിൻ്റെ കാര്യം അതോടുകൂടി തീരുമാനമാകും. മാത്രമല്ല കണ്ടന്റ് വയലേഷൻ പോളിസി പ്രകാരം ചിലപ്പോൾ ആ ഒരു പേജ് തന്നെ ബാൻ ചെയ്ത് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, നിങ്ങളുടെ പ്രൈവസി നിങ്ങളുടേതാണ്. ഡോക്സിങ്ങിനോ സൈബർ ബുള്ളിങ്ങിനോ നിങ്ങൾ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രശസ്തനായിക്കോട്ടെ അപ്രശസ്തനായിക്കോട്ടെ. ഒരുപാടിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ഒരിടത്ത് നിൽക്കുന്നു, പാവം ഞാൻ, എനിക്കൊരു ലൈക്ക് തരില്ലേ എന്നായിരിക്കും. അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിൻ്റെ ഒരു പ്രായമായ ഫോട്ടോയും അയാളുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും. പ്രായമായി പോയെങ്കിലും എനിക്കും ഒരു ലൈക്ക് തരില്ലേ എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. കുറച്ച് ആൾക്കാർ അയാളെ തെറി വിളിക്കും, കുറച്ച് ആൾക്കാർ ലൈക്ക് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടാക്കുകയാണ് ഓരോ പേജുകളുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള നിരവധി പേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കാലതാമസമില്ലാതെ തന്നെ ഇത്തരം പേജുകൾ പൂട്ടുവാൻ നമ്മളുടെ സോഷ്യൽ മീഡിയ കമ്പനികൾ തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ചില നിയമങ്ങൾ പാസ്സാക്കാനുള്ള ശ്രമത്തിലാണെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയിൽ കയറി ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആ പേജ് പൂട്ടിക്കുവാനുള്ള നിയമം വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ബാഡ് കമൻറ്റുകളും ഗുഡ് കമൻറ്റുകളും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനെതിരെയും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേജിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായ ഒരു ക്യാപ്ഷനോടെ ഫോട്ടോ ഇട്ടു, അതിനിടയിൽ ബാഡ് കമൻറ്റുകൾ വന്നു. ആ ബാഡ് കമൻറ്റുകൾ വന്നാൽ ആ പേജിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് മുന്നോട്ടുള്ള പോക്ക്. ഇനിയുള്ള കാലത്തിന് മുന്നോട്ട് പോക്കിൽ സോഷ്യൽ മീഡിയകളാണ് താരമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ മുഖം മൂടികൾ മറഞ്ഞിരുന്നുകൊണ്ട് മറ്റുള്ളവനെ ആക്ഷേപിച്ച് പണമുണ്ടാക്കുന്ന പരിപാടി നിൽക്കാൻ പോവുകയാണെന്ന് കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെയോ നിങ്ങളുടെ കൂട്ടുകാരൻ്റെയോ, അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ആ ഇൻ്റർവ്യൂ കമ്പനിക്കുള്ളതാണ്. ആ ഫോട്ടോ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച ശേഷം ഒരു മോശം ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ആ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമെന്ന് ഓർത്തിരിക്കും.